നമ്മളുടെ ശരത്തിനും നമ്മളുടെ കൃപേഷിനും വേണ്ടി നിരന്തരം നിയമപോരാട്ടം നടത്തി നിങ്ങൾ മുന്നോട്ട് പോയപ്പോ ആ നിയമ പോരാട്ടങ്ങൾക്ക് പലപ്പോഴും നമ്മൾക്ക് അനുകൂലമായ റിസൾട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ ഇപ്പം പരോൾ ഉൾപ്പെടെ നേടുകയാണ്. ഒരു കാര്യം പറയാം, അങ്ങനെ നമ്മളുടെ 2 ചെറുപ്പക്കാരെ ഇല്ലാതാക്കിയ കൊടും ക്രിമിനലുകൾ ഇനി ഏത് ഒത്താശ വഴിയാണെങ്കിലും ഈ നാട്ടിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള പണി ഞങ്ങളും എടുക്കും. അത് ഏത് രീതിയിൽ ചെയ്യണമോ അത് ഞങ്ങളും ചെയ്യുമെന്ന് ഞങ്ങളോട് ഉത്തരവാദിത്തത്തോടെ സൂചിപ്പിക്കുന്നു. അത് ആരെ കണ്ടിട്ടാണെങ്കിലും പറഞ്ഞാണെങ്കിലും അത് ഇവർ ഇങ്ങോട്ട് കടന്നു വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ. അതിനുശേഷവും നമുക്കറിയാം, ഇവിടെ പല സമയങ്ങളിൽ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ, ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ അവരൊക്കെ ശ്രമിച്ചു. അവരുടെ കൂടെയുള്ള ആളുകൾ ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഘട്ടത്തിൽ അതെല്ലാം നമ്മൾ ആരും മറന്നു പോകുന്നില്ല. ഒരു കാര്യം കൂടി ഉറപ്പ് നൽകുന്നു, 21-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ എന്നുള്ളതാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഇപ്പം തിങ്കളാഴ്ച മുഖ്യമന്ത്രിയും ക്യാബിനറ്റും സത്യപ്രതിജ്ഞ ചെയ്ത് 21-ാം തീയതി സത്യപ്രതിജ്ഞ ഞങ്ങൾ ഉൾപ്പെടെ ചെയ്യുമ്പോൾ ഈ നാടിന്റെ പ്രത്യേകിച്ച് ശരത്തിന്റെയും കൃപേഷിന്റെയും നീതിക്ക് വേണ്ടി എങ്ങനെയെല്ലാം ഇടപെടാൻ സാധിക്കുമോ ആ ഇടപെടാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകി